ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ സ്വർഗത്തിൻ്റെ അനുഗ്രഹം നേരിട്ട് പ്രാപിക്കാൻ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കുറേ വാഗ്ദാന വചനങ്ങൾ, ഈ വചനമനുസരിച്ച് ജീവിച്ചാൽ സ്വർഗം കരുതി വച്ചിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ വളരെ നിസ്സാരമായിട്ട് ലഭിക്കാൻ ഇടയാകുന്ന വളരെ പ്രധാനപ്പെട്ട കുറേ വചനങ്ങളാണ്. ഇത് നമുക്ക് താല്പര്യമുള്ളവർക്കൊക്കെ ഈ പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരും കൂടി അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഇടവക, കുടുംബം, ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗത്തിൻ്റെ ഈ വചനം നമ്മളാലാകുന്ന വിധത്തിൽ ഇത് മറ്റുള്ളവരിലേക്ക് പകർത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരാനും നമുക്ക് ഒന്ന് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രഭാഷകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വചനം പറയുന്നത്, ദാനധർമ്മം ആയിരിക്കട്ടെ നിന്റെ യഥാർത്ഥ നിക്ഷേപം. നമുക്കെല്ലാം നമുക്ക് വേണ്ടിയും വരും തലമുറയ്ക്ക് വേണ്ടി വലിയ നിക്ഷേപം കരുതി വയ്ക്കുന്നവരാണ്, കരുതി വയ്ക്കാൻ ആഗ്രഹമുള്ളവരുമാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. എന്നാൽ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ യഥാർത്ഥ നിക്ഷേപം എന്ന വചനം പറഞ്ഞത്. അപ്പം ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ നിക്ഷേപം അത് വളരെയധികം വർദ്ധിപ്പിക്കുവാൻ ദൈവം ഇടയാക്കുക. വാഗ്ദാന വചനം, നമ്മൾ ആ വാഗ്ദാന വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു കഴിയുമ്പോൾ, നമ്മളത് ജീവിതത്തിൽ പ്രായോഗിക തലത്തേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ വാഗ്ദാന വചനം നമ്മളിൽ ഫലം ചൂടാൻ തുടങ്ങുകയാണ്. വീണ്ടും തോബിത്തിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 9-ാം വചനം പറയുന്നത്, ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അത് സകല പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുക, ജീവൻ്റെ പൂർണ്ണത ആസ്വദിക്കാൻ കഴിയും. അനേകം മനുഷ്യർക്ക് വലിയ സമ്പത്തും എല്ലാ സൗകര്യമുണ്ട്, പക്ഷേ അതിൻ്റെ ആ ജീവിതം ആസ്വദിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇവിടെ വചനം പറയുന്നത്, ദാനധർമ്മം ചെയ്യുന്ന സമ്പത്ത്, നമ്മുടെ സമ്പത്തിൻ്റെ ഒരു വിഹിതം അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആനന്ദം, നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ എല്ലാവിധ നന്മകളും, നമുക്കുള്ള നന്മകളൊക്കെ ആസ്വദിക്കാൻ ദൈവം നമുക്ക് ഇടയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അത് സ്വർഗത്തിൻ്റെ ഒരു വലിയ സംരക്ഷണം. ഇത് ആസ്വദിക്കാനും അനുഭവിക്കുവാനും ദൈവം നമുക്ക് ഇടവരുത്തുന്ന വളരെ വിസ്മയകരമായ വചനമാണ്. അതനുസരിച്ച് കൂടെ നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങാം. വീണ്ടും തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാം വചനം പറയുന്നത്, ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്, പാവപ്പെട്ടവനെന്ന് മുഖം തിരിക്കുകയും ചെയ്യരുത്. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്, പാവപ്പെട്ടവനെന്ന് മുഖം തിരിക്കുകയും ചെയ്യരുത്. അപ്പം പാവപ്പെട്ടവന് മുഖം തിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് തന്നെയാണ് മുഖം തിരിക്കുന്നത് എന്നാണ് വചനം പറയുന്നത്. വീണ്ടും തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ 8-ാം വചനം, സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക, കുറച്ചേ ഉള്ളെങ്കിൽ കുറച്ചുള്ളതിൽ നിന്നും ദാനം ചെയ്ത് ശീലിക്കുക. ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം തുറക്കുന്ന വഴികളാണ്. എല്ലാവർക്കും ഒന്നും ഇത് ചെയ്യാൻ ദൈവം ഹൃദയം തുറന്നു കൊടുക്കാൻ, അനേക മക്കൾക്ക്, അനേക മനുഷ്യർക്ക് ഇങ്ങനെ കൈ തുറന്ന് പാവപ്പെട്ട ആളുകൾക്ക്, ദരിദ്രർക്ക്, ഇല്ലാത്തവർക്ക് അവരുടെ ഒരു കഷ്ടതയിൽ സഹായിക്കാനുള്ള മനസ്സ് ഇല്ല. അവരുടെ ദൈവം ഹൃദയം തുറന്നു കൊടുത്തിട്ടില്ല. ഹൃദയം തുറന്നു കൊടുക്കുന്നവർ എല്ലാം ആണ് അനുഗ്രഹ പൂർണ്ണരായി മാറുന്നത്. വീണ്ടും തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വചനം, ദരിദ്രരോട് കാണിക്കുന്ന ഈ ഒരു അനുഗ്രഹം, ഈ ഒരു കരുണ, എൻ്റെ സാമ്പത്തികമായി ഞാൻ ക്ഷയിക്കുന്ന കാലത്തും എന്നെ ദൈവം കൈവിടാതെ കാത്തു സംരക്ഷിക്കുമെന്നാണ് വചനം പറഞ്ഞത്. വീണ്ടും തോബിത്തിന്റെ പുസ്തകം 4-10, എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിലും കൂരിട്ടിലും കഴിയുന്ന നമുക്ക് അതൊരു വലിയ പ്രകാശമായി മാറുമെന്നാണ് വചനം പറഞ്ഞത്. വീണ്ടും തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാം വചനം, ദാനധർമ്മം അത്യുന്നതൻ്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നു. വിശിഷ്ടമായ ബലിയായി ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും സമൃദ്ധിയും ചൊരിയാൻ അത് ഇടയാകുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 30-ാം വചനം, ജലം അഗ്നിയെ കെടുത്തുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെ ചെയ്യുന്ന പാപത്തിൻ്റെ കുമ്പസാരിക്കുകയും ഏറ്റുപറയുകയും അനുഭവിക്കുകയും ചെയ്യണം. പക്ഷേ എങ്കിലും ദൈവത്തിൻ്റെ ഒരു കാരുണ്യം നമ്മളിൽ ഈ ചൊരിയാൻ ദാനധർമ്മം വളരെയേറെ 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 സഹായകമാകുന്ന ഇവിടെ വചനം എടുത്തു പറയുകയാണ്. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 16-ാം വചനം പറയുന്നത്, ദാനധർമ്മം എന്നേക്കും നിലനിൽക്കും. നമ്മൾ മരിച്ചാലും തലമുറകളിലേക്ക് പകരപ്പെടുന്ന വാഗ്ദാന വചനങ്ങളുടെ ഒരു അനുഗ്രഹമായത് എന്നേക്കും നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ, നമ്മളോ നമ്മുടെ തലമുറകളോ ഉള്ള അത്രയും കാലം ദാനധർമ്മം ചെയ്യുന്ന അതിൻ്റെ അനുഗ്രഹം സ്ഥിരമായി നിലനിൽക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം. വീണ്ടും പ്രഭാഷകന്റെ പുസ്തകം 40-ാം അധ്യായം 24-ാം വചനം, ദാനധർമ്മം സുരക്ഷിതമായ അഭയമാണ്. എനിക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മുടെ വീട് നമുക്കൊരു സുരക്ഷിതമായൊരു അഭയസ്ഥാനം ആകുന്നത് പോലെ
ഏറ്റവും സുരക്ഷിതമായ നമുക്ക് സ്വർഗത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയൊരു മേഖലയാണ് ദാനധർമ്മം. വീണ്ടും സങ്കീർത്തനങ്ങൾ 37:21 പറയുന്നത്, നീതിമാൻ ഉദാരമായി ദാനം ചെയ്യും. എനിക്ക് നന്മയും സത്യസന്ധയും നീതിപൂർവ്വം ജീവിക്കുന്ന ആണെങ്കിൽ എനിക്ക് ഉദാരമായി ദാനം ചെയ്യാൻ കഴിയുള്ളൂ. വീണ്ടും സങ്കീർത്തനം 37:26, ദാനധർമ്മം ചെയ്യുന്നവൻ്റെ സന്തതി അനുഗ്രഹത്തിന് കാരണമാകും. ഞാൻ ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ സന്തതികൾ പോലും അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുമെന്നാണ് വചനം പറയുന്നത്. വീണ്ടും സുഭാഷൺ പുസ്തകം 19-ാം അധ്യായം 17-ാം വചനം, ദരിദ്രനോട് ദയ കാണിക്കുന്നവർ കർത്താവിനോടാണ് ദയ കാണിക്കുന്നത്. ദരിദ്രന് കടം കൊടുക്കുന്ന കർത്താവിനാണ് കടം കൊടുക്കുന്നത്. കർത്താവ് ആ കടം വീട്ടിക്കൊള്ളുമെന്ന് നമുക്കെല്ലാം സുപരിചിതമായ മലാക്കി പ്രവചനത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 10-ാം വചനവും കൂടി ഒന്ന് ചേർത്ത് വെച്ച് നമ്മൾ ഈ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കാം. മലാക്കി പ്രവചനം 3:10 നമ്മൾ കേട്ടിട്ടുണ്ട്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരും, എൻ്റെ ആലയത്തിൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ഇത്. എന്നിട്ട് അതിൻ്റെ ഒടുവിൽ പറയുകയാണ്, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവമായിട്ട് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുവാൻ വചനം പറയുന്നുള്ളൂ. ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് 11-ാമത് മലാക്കി 3:11 പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഞാൻ വെട്ടുകിളികളെ ശാസിക്കും. നിങ്ങളുടെ സാമ്പത്തിക മേഖല, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്ന ശത്രുശല്യം, നിങ്ങൾ രോഗശല്യം, മറ്റ് ഏതെല്ലാം വിധത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ, നമ്മുടെ സ്വസ്ഥത, സന്തോഷ, സമാധാനം നശിപ്പിക്കുന്ന വെട്ടുകിളികൾ, ആ വെട്ടുകിളികളിൽ നിന്ന് നിങ്ങൾ ഞാൻ സംരക്ഷിക്കും. വളരെ വാഗ്ദാന വചനമാണ്. അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ സ്വർഗത്തിൻ്റെ വാഗ്ദാന വചനം നമ്മുടെ ജീവിതത്തിൽ ഫലമണിയാൻ നമുക്കും ഇതൊന്ന് പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.